ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കയിൽ ഇന്നലെ മെയ് മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ, വീണ്ടും ട്രംപ് പല കാര്യങ്ങളിലും മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൈന US ഡീലിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകളൊന്നും തന്നെ മാർക്കറ്റിനില്ല. ഡീറ്റെയിൽസ് ഒന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ട്രംപ് ഇന്നലെ വൈകുന്നേരം വീണ്ടും പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ യൂണിലാറ്ററൽ ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ S&P 500 വിക്സ് 17.26 ഉയർന്നിട്ടുണ്ട്. മിനിഞ്ഞാത് 16.95 ആയിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലൈറ്റ് വൊളാട്ടിലിറ്റീനെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മിക്സഡ് സെൻറ്റിമെൻ്റ് ആയിരുന്നു. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകൾ, ഇന്ത്യ അടക്കമുള്ള എല്ലാ മാർക്കറ്റുകളും നല്ല സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. കമോഡിറ്റികൾ, ഗോൾഡ് വീണ്ടും റാലി ചെയ്യാണ്. സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $3,376 പെർ ഔൺസിനാണ്. ഒപ്പം സിൽവർ, കോപ്പർ, സിങ്ക്, അലുമിനിയം എല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $69 പെർ ബാരലിലേക്ക് ഉയർന്നിരുന്നു. ചൈനയും US തമ്മിലൊരു താരിഫ് സെറ്റിൽമെൻറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കമോഡിറ്റികൾക്കും അത് പോസിറ്റീവാണ്. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്ന ക്രൂഡ് ഓയിലിനാണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ADRകൾ, HDFC ബാങ്ക് ഒഴികെയുള്ള എല്ലാ ADRകളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഒപ്പം നമ്മൾ ഗോൾഡിൻ്റെ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകളുടെ റിസർവിൽ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത് US ഡോളറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 20% ഹോൾഡ് ചെയ്യുന്നത് ഗോൾഡാണ്. US ഡോളർ 46%. അതോടൊപ്പം തന്നെ US ഡോളർ എന്ന് പറയുമ്പോൾ US ട്രഷറി, യൂറോയുടെ ഷെയർ 16%. അപ്പോൾ ഗോൾഡിൻ്റെ സേഫ് ഹേവൻ അസറ്റിന് വീണ്ടും ഒരു സ്ട്രെങ്ത്ത് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ധാരാളം മറ്റ് ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവെ ഈ ന്യൂസുകളെല്ലാം തന്നെ ഗോൾഡിന് പോസിറ്റീവാണ്. ഇനി അമേരിക്കയിലെ ഇൻഫ്ലേഷൻ താഴെയായ കാരണം US ഫെഡ് ഒരു പക്ഷേ അടുത്ത മീറ്റിംഗുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ളൊരു തീരുമാനമൊക്കെ എടുത്തേക്കാം. അതും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഗോൾഡ് വീണ്ടും അതിൻ്റെ അപ്വേർഡ് മൊമെൻറ്റം ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലും ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം ഈ കമോഡിറ്റികളെല്ലാം തന്നെ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ അനൗൺസ്മെൻറ്റ് ഇന്ന് നമുക്കുണ്ട്. 4 മണിക്ക് ശേഷമാണ് അനൗൺസ്മെൻറ്റ് വരുന്നത്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2.8 3.1% ലെവലിനുള്ളിലാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ മാസം 3.16 ആയിരുന്നു. 2019 ശേഷം ലോവസ്റ്റ് ഫിഗർ ആയിരുന്നു. ഈ മാസം വരുന്ന ഫിഗറും താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ചത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് $10 പെർ ഷെയർ ഇൻ്ററിം ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ കോപ്പർ അവരുടെ കപ്പാസിറ്റി 3 ഇരട്ടിയായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പോവാണ് 2031 കൂടിയിട്ട്. അതോടൊപ്പം തന്നെ ക്യാപെക്സ് 2000 കോടി രൂപയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെർലൈറ്റ് ടെക്നോളജി 2631 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് BSNL നിന്നാണ്. വാരി എനർജിയുടെ സബ്സിഡി വാരി സോളാർ അമേരിക്കയ്ക്ക് 599 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോളാർ മൊഡ്യൂൾസ് സപ്ലൈ ചെയ്യാനായിട്ടാണ്. മറീൻ ഇലക്ട്രിക്കൽസ് 60 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ലോസുള്ളൊരു കമ്പനിയാണ് മറീൻ ഇലക്ട്രിക്കൽസ്. SIPC സ്മോൾ കമ്പനിയാണ്, പക്ഷേ ഇക്വിറ്റി ക്യാപിറ്റൽ വളരെ കൂടുതലാണ്. 650 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. 139 മെഗാവാട്ട് AC സോളാർ പവർ പ്രൊജക്റ്റ് മഹാരാഷ്ട്രയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്. റെയിൽ ടെൽ 11.94 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഒപ്പം റിലയൻസ്
ചാറ്റ് GPT പ്രൊമോട്ടർ ഓപ്പൺ എയിൽ ഒരു പക്ഷേ സ്റ്റേക്ക് എടുത്തേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ റിലയൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ചാറ്റ് GPT സ്റ്റേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ വാട്സാപ്പിൽ സ്റ്റേക്കുള്ള ഒരു കമ്പനിയാണ് റിലയൻസ്. ചാറ്റ് GPTയിലും വരികയാണെങ്കിൽ AI രംഗത്ത് ധാരാളം പുതിയ പ്രൊഡക്റ്റുകളും സ്കീമുകളൊക്കെ റിലയൻസും ലോഞ്ച് ചെയ്തേക്കാം. ഒപ്പം ഇത് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനും വളരെ പോസിറ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റോക്കുകൾ ഒരു പക്ഷേ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. MCX, IEX, NSE ഈ 3 എക്സ്ചേഞ്ചുകൾക്കും ഇലക്ട്രിസിറ്റി ഫ്യൂച്ചേഴ്സ് തുടങ്ങാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. MCX ഓൾറെഡി പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. NSE അൺലിസ്റ്റഡ് ആണ്. ഒപ്പം IEX ഒരു പക്ഷേ IEXലൊരു പോസിറ്റീവ് മൊമെൻറ്റം കാണാനുള്ള സാധ്യതയുണ്ട് ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റിൽ. നല്ല ബൈബാക്ക് അനൗൺസ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണെന്ന് മാർക്കറ്റിലുള്ളത്. അതേസമയം നമ്മൾ ട്രംപിൻ്റെ താരിഫ് മലക്കം മറച്ചിലുകൾ ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ഇറാനും ഇസ്രായേലും തമ്മിൽ വീണ്ടും ടെൻഷൻ വഷളാവും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസിൻ്റെ ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ താരിഫ് അനൗൺസ്മെൻറ്റുകളുടെ ഇമ്പാക്റ്റ്, ഇതൊക്കെയാണ് ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ചെറിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി നമ്മുടെ അവിടെയും പ്രതീക്ഷിക്കാം. ഒപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് മുന്നേറുമെന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഫണ്ടമെൻ്റൽസ്, എക്കണോമിക് ഫണ്ടമെൻ്റൽസ് വീണ്ടും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കണ്ടേക്കാം. ഒപ്പം ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. അപ്പോൾ ഗോൾഡിൻ്റെ പഴയ ഓൾ ടൈം ഹൈ $3499.9 പെർ ഔൺസ് ആണ്. ഈ ലെവലിൽ കട്ട് ചെയ്തുകൊണ്ട് ഗോൾഡ് $3600-$3700 ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ നാളെ പുതിയൊരു IPO ആരംഭിക്കുന്നുണ്ട്. ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. മെയിൻ ബോർഡ് IPO ആണ്. വളരെ നല്ലൊരു IPO ആണ്. ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനായിട്ട് ഉപകരിക്കുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള IPOകളിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.